ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ലോഗോസ് ക്വിസ് 25 പഠന ശിബിരത്തിലേക്ക് ഏറെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായമാണ്. 16-ാം അധ്യായത്തിൽ ആകെ 31 തിരുവചനങ്ങളാണ് ഉള്ളത്. 16-ാം അധ്യായത്തിൽ ആകെ 31 തിരുവചനങ്ങളാണ് ഉള്ളത്. ഇതിൽ 2 ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ 2 തലക്കെട്ടുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ഭാഗം 15-ാം അധ്യായത്തിൻ്റെ ശീർഷകത്തിന് ബാക്കിയായിട്ട് വരുന്നതാണ്. അതിനുശേഷമാണ് സാംസനും ദലീലായും അങ്ങനെ ഒരു ഹെഡിങ്ങും, പിന്നീട് സാംസൻ്റെ മരണം, ഇങ്ങനെ 2 ശീർഷകങ്ങളും 3 ഭാഗങ്ങളുമാണ് ഈ 16-ാം അധ്യായത്തിനുള്ളത്. 31 തിരുവചനങ്ങളാണ് ഉള്ളത്. നമുക്കിനി പഠനത്തിലേക്ക് കടക്കാം. അപ്പോൾ 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം 15-ാം അധ്യായത്തിൻ്റെ ശീർഷകത്തിന് ബാക്കിയായിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ 16:1 വായിക്കാം. സാംസൺ ഗാസായിലേക്ക് പോയി അവിടെ ഒരു സ്വരുണിയെ കണ്ടുമുട്ടി അവളോടുകൂടി ക്ഷയിച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, സാംസൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അവന് ഒരു ഫിലിസ്തീയ പെൺകുട്ടിയെ അല്ലെങ്കിൽ സ്ത്രീയെ സ്നേഹിച്ചു വിവാഹം ചെയ്തു. പക്ഷേ അവന് അവൻ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ കിട്ടി. അങ്ങനെ പല പല സാഹചര്യങ്ങൾ നമ്മൾ 15-ാം അധ്യായത്തിൽ കണ്ടു. മെയിനായിട്ട് ഫിലിസ്തീനുമായിട്ടുള്ള ഒരു കലഹം അല്ലെങ്കിൽ ഒരു യുദ്ധം പോലെ സംഭവമാണ് നമ്മൾ കണ്ടത്. ഇനി അതിന് ശേഷം നമ്മൾ കണ്ടായിരുന്നു, സാംസൺ ഫിലിസ്തീനയുടെ കാലത്ത് 20 വർഷം ഇസ്രായേലി ന്യായാധിപനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്, സാംസൺ എങ്ങോട്ടാണ് പോയത്? സാംസൺ പോയത് ഗാസായിലേക്കാണ്. ഗാസായിലേക്കാണ് പോയത്. 16-ാം അധ്യായം തുടങ്ങുന്നത് സാംസൺ ഗാസായിലേക്ക് പോയി എന്ന് പറഞ്ഞാണ് 16-ാം അധ്യായം ആരംഭിക്കുന്നത്. അവിടെ ആരെയാണ് കണ്ടുമുട്ടിയത്? അവിടെ ഒരു സ്വരുണിയെ കണ്ടുമുട്ടുകയാണ്. സാംസൺ പോയത് ഗാസായിലേക്കാണ്. അവിടെ കണ്ടുമുട്ടിയത് ഒരു സ്വരുണിയെ കണ്ടുമുട്ടി. അതിനുശേഷം പറയുകയാണ്, സാംസൺ അവളോട് കൂടെ ശയിച്ചു എന്ന്. ഈ ഗാസയെ കണ്ടുമുട്ടിയ സ്വരുണിയുടെ കൂടെ സാംസൺ ശയിക്കുകയാണ്. അത്രയാണ് 16-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നത്. 16:1 നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. സാംസൺ ഗാസായിലേക്ക് പോയി അവിടെ ഒരു സ്വരുണിയെ കണ്ടുമുട്ടി അവളോടുകൂടി ശയിച്ചു. ഇനി 16-ാം അധ്യായം 2-ാം തിരുവചനം. 16:2 സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. അന്നേരം സാംസൺ അവിടെ വന്നിട്ടുണ്ട് എന്ന് ഗാസ നിവാസികൾ അറിയുകയാണ്. അപ്പോൾ സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ആരാ അറിഞ്ഞത്? ഗാസ നിവാസികളാണ് അറിഞ്ഞത്. അപ്പോൾ സാംസൺ അവിടെ വന്നിട്ടുണ്ട് എന്ന് ഗാസ നിവാസികൾ അറിയുന്നു. അപ്പം സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ അവിടെ വളയുകയാണ്. അപ്പോൾ സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഗാസ നിവാസികൾ അവിടെ വളയുകയാണ്. പിന്നെ എന്താ? രാത്രി മുഴുവനും എവിടെയാ ഗാസ നിവാസികൾ പതിയിരിക്കുന്നത്? പട്ടണവാതിക്കൽ രാത്രി മുഴുവനും ഗാസ നിവാസികൾ പതിയിരുന്നു. പിന്നെ എപ്പോൾ വരെയാണ് ഈ ഗാസ നിവാസികൾ കാത്തിരിക്കാമെന്ന് തീരുമാനിച്ചത്? പ്രഭാതം വരെ കാത്തിരിക്കാമെന്ന് അവർ തീരുമാനിക്കുക. പ്രഭാതം വരെ കാത്തിരുന്ന് അവനെ പിടികൂടണമെന്നാണ് അവരുടെ ചിന്ത. അപ്പം രാവിലെ പ്രഭാതം വരെ കാത്തിരിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. പിന്നെ അവനെ കൊല്ലാം, അല്ലെ രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്നവർ പറയുകയാണ്. അപ്പം എപ്പോൾ അവനെ കൊല്ലാം എന്ന് പറയുന്നത്? രാവിലെ അവനെ കൊല്ലാം എന്നാണ് ഈ ഗാസ നിവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി രാവിലെ അവരെ കൊല്ലാം എന്ന് പറഞ്ഞ ഗാസ നിവാസികൾ അവിടെ എങ്ങനെ നിന്നത്? അല്ലെ അവരെന്താ ചെയ്തത്? അവർ നിശ്ചലരായിരുന്നു.
അവർ നിശ്ചലരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ അവനെ കൊല്ലാം എന്ന് തീരുമാനിച്ച ഗാസ നിവാസികൾ അവിടെ നിശ്ചലരായി ഇരുന്നു. 16:2 പറയുകയാണ്, അവിടെ സാംസൺ വന്നിട്ടുണ്ട് എന്ന് ഗാസ നിവാസി അറിയുകയാണ്. അങ്ങനെ അവർ അവിടെ വളയുകയാണ്. അപ്പോൾ രാത്രി മുഴുവനും അവർ പട്ടണവാതിക്ക് കാവലിരുന്നു, അല്ലെ പതിയിരുന്നു. എന്നിട്ട് പ്രഭാതം വരെ കാത്തിരിക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ അവനെ കൊല്ലാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അവരവിടെ നിശ്ചലരായിരുന്നു. അപ്പോൾ ഞാൻ 16:2 ഒന്നുകൂടി വായിക്കുകയാണ്. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടെ വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. 16:3 എന്നാൽ സാംസൺ പാതിരാ വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. സാംസൺ പക്ഷെ ബുദ്ധിമാനായിരുന്നു. സാംസൺ എന്താ ചെയ്തത്? പാതിര വരെ കിടന്നു. എന്നിട്ട് എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളയോടുകൂടെ എടുത്തുകൊണ്ട് ഹെബ്രോൻ്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് പോയി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം സാംസൺ എപ്പോൾ വരെ കിടന്നത്? പാതിര വരെ കിടന്നു. സാംസൺ പാതിര വരെ കിടന്നു. എന്നാൽ സാംസൺ പാതിര വരെ കിടന്നു. പാതിര വരെ കിടന്ന സാംസൺ പിന്നെ എഴുന്നേറ്റ് എന്താ ചെയ്തത്? പാതിര വരെ കിടന്ന സാംസൺ പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ പാതിൽ കട്ടിലക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളി വെച്ച് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. അപ്പം കട്ടിലക്കാലോടുകൂടെ പറിച്ചെടുത്ത് ഹെബ്രോണിലേക്ക് പോവുകയാണ്. ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ പാതിര വരെ കിടന്ന സാംസൺ എവിടുത്തെ വാതിലാണ് പറിച്ചെടുത്തത്? കട്ടിലക്കാലോട് പറിച്ചെടുത്തത് പട്ടണ പടിപ്പുരയുടെ വാതിലാണ് ഇത് പറിച്ചെടുത്തത്. ഇനി സാംസന് അത് എപ്രകാരം തോളി വെച്ചുകൊണ്ട് ഹെബ്രോൻ്റെ മലമുകളിലേക്ക് പോയത്? പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിലക്കാലോടുകൂടെ പറിച്ചെടുത്തു. പടിപ്പുരയുടെ വാതിൽ കട്ടിലക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളി വെച്ച് ഹെബ്രോൻ്റെ മലമുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയത്? ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്കാണ് സാംസൺ പോയത്. അപ്പോൾ ഇന്നത്തെ പറയുന്നത് സാംസൺ പാതിര വരെ കിടന്നു. എന്നിട്ട് എഴുന്നേറ്റ് എന്ത് ചെയ്തു? പടിപ്പുരയുടെ വാതിൽ കട്ടിലക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളി വെച്ച് ഹെബ്രോൻ്റെ മുൻപിലുള്ള, ഓർത്തിക്കണേ, ഹെബ്രോൻ്റെ മുകളിലുള്ള എന്നല്ല, ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ഒന്നുകൂടെ വായിക്കാം. 16:3 എന്നാൽ സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ഇത്രയുമാണ്, അല്ലെങ്കിൽ 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗമാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. അത്രയും ഭാഗം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. 16:1 സാംസൺ ഗാസയിലേക്ക് പോയി അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി അവളോടുകൂടി ശയിച്ചു. 16:2 സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. 16:3 എന്നാൽ സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളി വെച്ച് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ഇനി അടുത്തത് ഹെഡിങ് സാംസണും ദലീലായും. സാംസണും ദലീലായും അടുത്ത ഹെഡിങ് തുടങ്ങുകയാണ്. സാംസണും ദലീലായും. 16:4 അതിനുശേഷം സൊറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. അപ്പോൾ ദലീല എവിടെയുള്ള ആളായിരുന്നു? സൊറേക്ക് താഴ്വരയിലുള്ള ആളായിരുന്നു ദലീല. അപ്പം അതിനുശേഷം ഈ സൊറേക്ക് താഴ്വരയിലുള്ള ദലീല, പേര് ഓർത്തിക്കണം, ദലീല ഏത് താഴ്വരയിലായിരുന്നു? സൊറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ സാംസൺ സ്നേഹിക്കുകയാണ്. 16:4 അതിനുശേഷം സൊറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. 16:5 ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്തു ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം, അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. അപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലായുടെ
അടുത്ത് ചെന്ന് പറയുകയാണ്. ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ആരുടെ അടുത്തേക്കാണ് ചെന്നത്? ദലീലായുടെ. ഫിലിസ്തീനയുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദലീലായുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, സാംസനെ നീ വശീകരിക്കണം. അപ്പം ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലയുടെ അടുത്ത് ചെന്ന് ആദ്യം പറഞ്ഞത് എന്താ? സാംസനെ നീ വശീകരിക്കണം. അപ്പോൾ ഫിലിസ്തീൻ നേതാക്കന്മാർ ദലീലയുടെ അടുത്ത് നിന്ന് പറയുകയാണ്, സാംസനെ നീ വശീകരിക്കണം. പിന്നെ പറയാണ്, അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്ന് മനസ്സിലാക്കണം. വീണ്ടും എന്തൊക്കെ മനസ്സിലാക്കണമെന്നാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലയോട് പറഞ്ഞത്? അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. അപ്പോൾ 2 കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്ന്. രണ്ടാമത്തെ കാര്യം അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണമെന്ന് ആരാ പറഞ്ഞത്? ഫിലിസ്തീനയുടെ നേതാക്കന്മാർ. ആരാ പറഞ്ഞത്? ഫിലിസ്തീനയുടെ നേതാക്കന്മാർ. ആരോടാ പറഞ്ഞത്? ദലീലയോട് പറഞ്ഞു. അപ്പോൾ ഫിലിസ്തീൻ നേതാക്കന്മാർ ദലീലയോട് പറയുകയാണ്, ഇനി ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ദലീലയ്ക്ക് എന്ത് കൊടുക്കാമെന്നാണ് ഫിലിസ്തീനിലെ നേതാക്കന്മാർ പറഞ്ഞത്? 1100 വെള്ളി നാണയം തരാമെന്ന് പറയുക. 1100 വെള്ളി നാണയം തരാമെന്ന് ആരാ പറഞ്ഞത്? ഫിലിസ്തീനയുടെ നേതാക്കന്മാർ. ആർക്ക് തരാമെന്നാണ് പറഞ്ഞത്? ദലീലയ്ക്ക് തരാമെന്ന് പറയുകയാണ്. 16:5 ഒന്നുകൂടെ വായിക്കുകയാണ്. ഫിലിസ്തീനയുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം. അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. 14:6 ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തി എല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. അപ്പം ദലീല സാംസനോട് പറയുകയാണ്, നിന്റെ ഈ വലിയ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. അപ്പോൾ ദലീല സാംസനോട് നിൻ്റെ ഈ വലിയ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്ന് ചോദിക്കുക. അതുപോലെ എങ്ങനെ കീഴടക്കാൻ പറ്റുമെന്ന് ചോദിച്ച് ദലീല ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം അവർ ചോദിച്ച പോലെ തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ 14:6 ഒന്നുകൂടെ വായിക്കുകയാണ്. ദലീല സാംസനോട് പറഞ്ഞു, നിൻ്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. 16:7 സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അപ്പോൾ 16:7 സാംസൺ പറഞ്ഞത് ഇപ്രകാരമാണ്, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട്. എത്ര ഞാണുകൊണ്ടാണ്? 7 ഞാണുകൊണ്ട് എന്ത് ചെയ്യണം? ബന്ധിക്കണം. അപ്പം ഉണങ്ങാത്തതായിരിക്കണം, പുതിയതായിരിക്കണം. അത് 7 എണ്ണം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകുമെന്ന് സാംസൺ പറയുകയാണ്. അപ്പോൾ ആദ്യം സാംസൺ പറഞ്ഞ ഉത്തരമാണ്, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി ക്ഷയിച്ച് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും. 16:7 സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞു ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ന്യായാധിപന്മാർ 16:8 അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. അപ്പം സാംസൺ പറഞ്ഞല്ലോ, എന്നെ പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ ശക്തി കുറഞ്ഞു പോകുമെന്ന് ദലീലയോട് പറഞ്ഞതുകൊണ്ട് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ട്, പ്രത്യേകത എന്തായിരുന്നു? 7 ഞാണിൻ്റെ പ്രത്യേകത പുതിയതാണ്, അത് ഉണങ്ങാത്തതാണ്. ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. എന്നിട്ട് ആരാണ് അവനെ ബന്ധിച്ചത്? ദലീലയാണ് അവ കൊണ്ട് അതിനെ ബന്ധിച്ചത്. എന്നതുകൊണ്ടാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ദലീല സാംസനെ ബന്ധിക്കുകയാണ്. ഒന്നിന് വായിക്കാം. 16:8 അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. 16:9 ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. അപ്പോൾ ദലീല ശരിക്കും വഞ്ചിക്കുകയായിരുന്നു.
ദലീല എന്തു ചെയ്തു? ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തി. ഈ പുതിയ 7 ഞാണുകൊണ്ട്, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് സാംസനെ ബന്ധിച്ചതിന് ശേഷം അവൾ അതിനു മുമ്പ് തന്നെ അവൾ ഉൾമുറിയിൽ ആളുകളെ പതിയിരുത്തിയിരുന്നു. ആരാ? ദലീല. അതിനുശേഷം ദലീല സാംസൺ എന്താ പറഞ്ഞത്? സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. ആര് വളഞ്ഞിരിക്കുന്നു? ഫിലിസ്ത്യർ. ആരെ വളഞ്ഞിരിക്കുന്നു? സാംസണെ. ആരാ പറഞ്ഞത്? ദലീല സാംസൺ പറയുകയാണ്, സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ സാംസൺ എന്തു ചെയ്തു? അഗ്നി ചണനൂലിനെ എന്ന പോലെ. എങ്ങനെയാ? അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. ആ പുതിയ 7 ഞാണുകൾ, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൾ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ പൊട്ടിച്ചു കളയുകയാണ്. അപ്പോൾ അവൻ്റെ ശക്തിയുടെ രഹസ്യം അങ്ങനെ പുറത്തായില്ല. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്താക്കാൻ വേണ്ടിയായിരുന്നു ദലീല ശ്രമിച്ചത്. പക്ഷേ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. 16:9 ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. 16:10 ദലീല സാംസനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. അപ്പോൾ ദലീല സാംസണോട് പറയുകയാണ്, സാംസൺ ആണല്ലോ പറഞ്ഞത്, പുതിയ ഉണങ്ങാത്ത 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ശക്തി പോകുമെന്ന് സാംസൺ പറഞ്ഞത് ദലീലയ്ക്ക് മനസ്സിലായി. അവളെ പറ്റിച്ചതാണ്. അപ്പോൾ ദലീല സാംസണോട് പറയുകയാണ്, നീ എന്നെ കബളിപ്പിച്ചു, നീ എന്നോട് നുണ പറഞ്ഞു, അതുകൊണ്ട് ഇനി എങ്ങനെയാണ് നിന്നെ ബന്ധിക്കാമെന്ന് നീ എന്നോട് പറയുക, എനിക്ക് പറഞ്ഞുതരും. കാരണം അവൾക്ക് ഫിലിസ്ത്യർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ പറയുകയാണ്, എങ്ങനെയാണ് നിന്നെ ബന്ധിക്കാൻ സാധിക്കുന്നതെന്ന് എന്നോട് പറയുക. 16:9 ദലീല സാംസണോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു, എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. 16:11 അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറ് കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. അവൻ രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായിത്തീരും. ആദ്യമേ ഏതാ പറഞ്ഞത്? ഉണങ്ങാത്ത പുതിയ ഞാണുകൊണ്ട് ബന്ധിച്ചാൽ, പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും എന്ന് പറഞ്ഞെങ്കിൽ, രണ്ടാമത് പറയുന്നത് എന്താണ്? ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി തീരും. അപ്പം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്തവനായിരിക്കണം, അതുകൊണ്ട് ബന്ധിച്ചാൽ എന്ത് ചെയ്യും? മറ്റാരെയും പോലെയാകും, ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകുമെന്ന് രണ്ടാമതായിട്ട് സാംസൺ ദലീലയോട് പറയുകയാണ്. 16:11 അവ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. 16:12 അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ഈ ദലീല ചെയ്യുക. ആദ്യം ഞാണുകൊണ്ട് കെട്ടി വെച്ചെങ്കിൽ പരാജയപ്പെട്ടു. രണ്ടാമത് ദലീല എന്ത് ചെയ്തു? പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി. എന്നിട്ട് പഴയതുപോലെ തന്നെ അവനോട് പറയുകയാണ്, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു എന്ന്. പതിയിരുന്നവർ ഒരു ആദ്യം അകത്തെ മുറി എന്ന് പറഞ്ഞെങ്കിൽ, എന്ന് പറയുമ്പം ഉൾമുറിയിൽ എന്ന് പറഞ്ഞെങ്കിൽ, ഇവിടെ പറയുന്നത് അകത്തെ ഒരു മുറിയിലായിരുന്നു പറഞ്ഞത്. അപ്പം അവൻ എന്ത് ചെയ്തു? കെട്ടിയ ഒരു നൂല് പോലെ കെട്ടിയ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളയുകയാണ്. 16:12 അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. 16:13 ദലീല സാംസനോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. അന്നേരം വീണ്ടും ദലീല ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിന്നെ ബന്ധിക്കാൻ പറ്റുക? കാരണം അതിനു മുമ്പ് പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്തപ്പോഴും ഫിലിസ്ത്യർക്ക് സാംസനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. സാംസൺ അതെല്ലാം നിസ്സാരമായിട്ട് തച്ചുടച്ച് അല്ലെങ്കിൽ അഴിച്ചു കളഞ്ഞൊക്കെ ഏറ്റുവന്നു. അപ്പം വീണ്ടും ദലീല ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിന്നെ ഞങ്ങൾക്ക് ബന്ധിക്കാൻ പറ്റുന്നത് എന്ന് നേരിട്ട് തന്നെ സാംസനോട് ചോദിക്കുകയാണ്. അപ്പോൾ സാംസൺ എന്താണ് പറയുന്നത്? അവൻ പറയുകയാണ്, എൻ്റെ 7 തലമുടിച്ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിലർപ്പിച്ചാൽ. എന്നാ ചെയ്യണം? 7 തലമുടിച്ചുരുളെടുക്കണം, അത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്യണം. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 7 തലമുടി ചുരുളെടുക്കണം, അത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്യണം. എങ്കിൽ മാത്രമേ എന്നെ ബന്ധിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും എന്ന് സാംസൺ ദലീലയോട് പറയുകയാണ്.
അപ്പം ഇത് എന്തെല്ലാം കാര്യം ആദ്യം പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്ന് ബന്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. രണ്ടാമതേ പറഞ്ഞു രണ്ടാമതേ അവർ പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. മൂന്നാമത് പറയുകയാണ്, എൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവനോട് ചേർത്ത് ആണിൽ ഉറപ്പിച്ച് നെയ്ത മതിയെന്ന് ദലീലയോട് സാംസൺ പറയുകയാണ്. അപ്പം ദലീല സാംസൺ ആദ്യം പറഞ്ഞ എന്താ, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു, എന്നോട് കളവ് പറഞ്ഞു എന്ന് സാംസൺ പറയുകയാണ്. പിന്നെ ചോദിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞ ശേഷം നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അപ്പോൾ അവൻ്റെ തലമുടിച്ചുരുൾ എന്താ ചെയ്യേണ്ടത്, പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നീണം. എത്ര തലമുടിച്ചുരുളാണ്? 7 തലമുടിച്ചുരുൾ. അങ്ങനെ ചെയ്ത് എന്ത് സംഭവിക്കുമെന്ന് സാംസൺ പറയുന്നത്, മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകുമെന്ന് പറയുകയാണ്. 16-13 ഒരിക്കൽ കൂടി വായിക്കാം. ദലീല സാംസണോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു, എന്നോട് നീ കളവ് പറഞ്ഞു, നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എൻ്റെ 7 തലമുടിച്ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്ത മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. ന്യായാധിപന്മാർ 16-14. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊടിച്ചു. അപ്പോൾ വീണ്ടും ദലീല പറ്റിക്കപ്പെടുക. 3-ാം തവണ ദലീല പറ്റിക്കപ്പെടുക. എന്നാൽ വീണ്ടും ദലീല സാംസണ് പറഞ്ഞു, സാംസൺ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ എൻ്റെ 7 തലമുടി ചുരുളെടുത്തിട്ട് ഇങ്ങനെ എവിടെയാ ആണിയിൽ പാവിനോട് ചേർത്ത് ആണി ഉറപ്പിച്ച് നെയ്താൽ മതി, അന്നേരം എന്നെ പിടികൂടാമെന്ന് സാംസൺ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദലീല അതുപോലെ ചെയ്യുകയാണ്. ദലീല ചെയ്തപ്പം സാംസണോട് ദലീല പറഞ്ഞു, ഇത് വരും, ഇപ്പം തന്നെ ഇത് ഫിലിസ്ത്യർ നിന്നെ വരുവാണ്, അപ്പോൾ നീ എത്രയും വേഗം ഞാൻ ആക്രമിക്കാൻ വരുവാന്ന് പറയുക. അന്നേരം സാംസൺ പെട്ടെന്ന് എന്ത് ചെയ്തു, അവനത് പെട്ടെന്ന് സ്വയരക്ഷയാണ് നോക്കുന്നത്. അവന് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് ആണിയും തറവും പാവും, ആണിയും തറിയും പാവും, ഓർക്കണേ, ആണിയും തറിയും പാവും വലിച്ച് പൊളിച്ച് അവന് എഴുന്നേൽക്കുകയാണ്. ഇതാണ് 16-13 പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അന്നേരം 3 വർഷം പറ്റിക്കപ്പെട്ട ദലീലയ്ക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരുമായിരിക്കുമല്ലോ. 16-14. അപ്പോൾ എപ്പോഴാണ് ദലീല അവൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണി ഉറപ്പിച്ച് നെയ്തത്? അവൻ ഉറങ്ങുമ്പോഴാണ് ദലീല അവൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണി ഉറപ്പിച്ച് നെയ്തത്. ഇനി സാംസൺ ഇറങ്ങുമ്പോൾ ദലീല എന്താ ചെയ്തത്? 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണി ഉറപ്പിച്ച് നെയ്തു. 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണി ഉറപ്പിച്ച് നെയ്തു. അനന്തരം ദലീല എന്താ സാംസൺ പറയുന്നത്? സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ ഉറക്കത്തിന് എഴുന്നേറ്റ് എന്ത് ചെയ്തു? ആണിയും തറിയും പാവും വലിച്ച് പൊടിച്ചു. അപ്പോൾ 16 വായിക്കുകയാണ്. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണി ഉറപ്പിച്ച് നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊടിച്ചു. അപ്പം നമ്മൾ സാംസണും ദലീലയും എന്ന ഹെഡിങ്ങിന് കീഴിൽ വരുന്ന ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. നമുക്ക് അത്രയും ഭാഗം അതിന് കീഴിൽ വരുന്ന ഭാഗം മാത്രം ഒന്ന് വായിച്ചു നോക്കാം. 16-4. അതിനുശേഷം സൊറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. 16-5. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം, അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. 16-6. ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്ന് ദയവായി എന്നോട് പറയുക. 16-7. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. 16-8. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. 16-9. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനുളിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല.
16:10 ദലീല സാംസനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. 16:11 അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. 16:12 അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. 16:13 ദലീല സാംസനോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. 16:14 അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. ഇനി അടുത്ത പാരഗ്രാഫ് 16-15 അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. അപ്പം പിന്നെ സാംസൺ പറയുകയാണ്, ഇത്രയൊക്കെ എന്നെ 3 പ്രാവശ്യം സാംസണുടെ ദലീല പറയുകയാണ്, എന്നെ 3 പ്രാവശ്യം നീ എന്നെ പറ്റിച്ചിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ അവളോട് ചോദിക്കുന്നത് എന്താ? 16-15 ദലീല സാംസണോട് എന്താ ചോദിക്കുന്നത്? നീ എന്നോട് കൂടെ അല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് ചോദിക്കുക. കാരണം 3 പ്രാവശ്യം നീ എന്നെ പറ്റിച്ചു എന്ന് പറയുക. അപ്പം എന്താ എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് ദലീല സാംസണോട് ചോദിച്ചത്. നിൻ്റെ ഹൃദയം എന്നോട് കൂടി അല്ലെങ്കിൽ, ഓർത്തിരിക്കാൻ, നിൻ്റെ ഹൃദയം എന്നോട് കൂടി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ദലീല സാംസണോട് ചോദിക്കുക. അപ്പോൾ സാംസണോട് ദലീല എന്താ ചോദിച്ചത്? നീ പറയുകയാണ്, ഈ 3 പ്രാവശ്യം നീ എന്നെ അവഹേളിച്ചു എന്ന് ദലീല സാംസണെ കുറ്റപ്പെടുത്തുക. അപ്പോൾ നിൻ്റെ ഹൃദയം എന്നോട് കൂടി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യം നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു എന്ന് ദലീല സാംസണെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ 16-15 ഒരിക്കൽ കൂടി വായിക്കാം. അവൾ അവനോട് ചോദിച്ചു, നിൻ്റെ ഹൃദയം എന്നോട് കൂടി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. ഇനി 16 നിൻ്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നു എന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവളിങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അരട്ടൻ മരണത്തിന് തുല്യമായി. അപ്പം കുറേ പ്രാവശ്യം നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണതുല്യമായി എന്ന് പറയുമ്പോൾ ദലീലയുടെ ലക്ഷ്യം നേടുവാൻ വേണ്ടി സാംസണെ ഇങ്ങനെ ഭയങ്കരമായിട്ടും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പം എവിടെ കുടികൊള്ളുന്നുവെന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ലെന്നാണ് ദലീല സാംസണോട് പറഞ്ഞത്. നിൻ്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല എന്നാണ് ദലീല സാംസണോട് പറയുന്നത്. പിന്നെ അവളെ എങ്ങനെയാണ് നിർബന്ധിച്ചത്? അവൾ എങ്ങനെ നിർബന്ധിച്ചു? അവളെ എങ്ങനെ നിർബന്ധിക്കുകയോ ചെയ്ത്? അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. നിൻ്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നു നീ എന്നോട് പറഞ്ഞിട്ടില്ല. അവളിങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ഈ അരട്ടർ എന്തിനു തുല്യമായി? മരണത്തിന് തുല്യമായി. ഈ അരട്ടർ മരണത്തിന് തുല്യമാവുകയാണ്. ദിവസം തോറും ഇങ്ങനെ നിർബന്ധിച്ചിരുന്നത് കൊണ്ട് ഈ അരട്ടർ മരണത്തിന് തുല്യമാവുകയാണ്. 16 ഒരിക്കൽ കൂടി വായിക്കാം. നിൻ്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നത് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവളെ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ഈ അരട്ടർ മരണത്തിന് തുല്യമായി. 16-17 അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയെ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീവ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അപ്പോൾ അവസാനം അവൻ ആ രഹസ്യം തുറന്ന് പറയുകയാണ്. എന്നാ രഹസ്യം പറഞ്ഞത്? ക്ഷൗരക്കത്തി എൻ്റെ തലയെ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസ്യവ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ഇതാരാ പറഞ്ഞത്? സാംസൺ പറയുകയാണ്. അപ്പോൾ തൻ്റെ തലയെ സ്പർശിച്ചിട്ടില്ല എന്നാണ് സാംസൺ പറയുന്നത്. ക്ഷൗരക്കത്തി തൻ്റെ തലയെ സ്പർശിച്ചിട്ടില്ല എന്ന് സാംസൺ പറയുകയാണ്. പിന്നെ ജനനം മുതലേ താൻ എപ്രകാരം എന്നാണ് സാംസൺ പറയുന്നത്? ദൈവത്തിന് നാസ്യവ്രതക്കാരനാണ്. ജനനം മുതലേ താൻ ദൈവത്തിന് നാസ്യവ്രതക്കാരനാണ് എന്ന് സാംസൺ പറയുകയാണ്. പിന്നെ മുടി വെട്ടിയാൽ എന്ത് സംഭവിക്കുന്ന സാംസൺ പറയുന്നത്? എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകുമെന്ന് സാംസൺ പറയുകയാണ്. അപ്പോൾ നമുക്ക് 16-17 ഒരിക്കൽ കൂടി വായിക്കാം. അവ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയെ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസ്യവ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ഇനി 16-18 അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക. അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. അപ്പോൾ അവസാനം അവൻ രഹസ്യം തുറന്നു പറഞ്ഞു അല്ലേ. അപ്പം അവൻ രഹസ്യം അല്ലെങ്കിൽ സത്യം തുറന്ന് പറഞ്ഞപ്പോൾ ദലീല എന്താ ചെയ്തത്? ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അവൻ സത്യം തുറന്ന് പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സാംസൺ സത്യം തുറന്ന് പറഞ്ഞപ്പോൾ ദലീല ആരെ വിളിച്ച് എന്താ പറഞ്ഞത്? ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചിട്ട് പറയുക, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അവൻ സത്യം തുറന്ന് പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ച് പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യർ നേതാക്കന്മാർ എന്താണ് ചെയ്തത്? പണവുമായിട്ട് അവരുടെ അടുത്തെത്തി. അപ്പോൾ ഫിലിസ്ത്യർ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. 16-18 അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യർ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യർ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. ഇനി 16-19 അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. അപ്പം അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ആരെയാ? ദലീല സാംസനെ എന്ന് പറയുമ്പം ദലീല സാംസനെ മടിയിൽ കിടത്തി ഉറക്കി. ഇനി സാംസനെ മടിയിൽ കിടത്തി ഉറക്കിയ ശേഷം ദലീല എന്താ ചെയ്തത്? ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ എന്താ ചെയ്തത്? അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവനെ വിട്ടുപോയത്? അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ഇപ്പോൾ 16-19 അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ഇനി 16-20 അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്ന് പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. അപ്പോൾ അവൾ പറയുകയാണ്, സാംസൺ ആര് ആക്രമിക്കാൻ വരുന്നെന്നാണ് അവൾ പറഞ്ഞത്? ഫിലിസ്ത്യർ ആക്രമിക്കാൻ വരുമെന്ന് പറയാം. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്ന് പറഞ്ഞത് എന്താണ്? മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. അപ്പോൾ അവൻ ഉറക്കമുണർന്ന് പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ എന്താക്കും? സ്വതന്ത്രനാക്കും. മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. ഏത് കാര്യം അവൻ അറിഞ്ഞില്ല എന്നാണ് സാംസനെ കുറിച്ച് പറയുന്നത്? കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. അപ്പോൾ 16-20 അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ ഇനി ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്ന് പറഞ്ഞു, മറ്റവസരങ്ങൾ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഇനി 19-21 ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചുഴന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. അന്നേരം ഫിലിസ്ത്യർ അവൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോയല്ലോ. അപ്പോൾ ഫിലിസ്ത്യർ അവനെ പിടിച്ച് ചെയ്ത് എന്താ? കണ്ണ് ചുരുന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചുരുന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. കണ്ണ് ചുരുന്നെടുത്ത് കൊണ്ടുപോയത് എവിടേക്കാണ്? ഗാസയിലേക്ക്. ഫിലിസ്ത്യർ അവനെ കണ്ണ് ചുരുന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി. സാംസനെ എന്തുകൊണ്ട് ബന്ധിച്ച കാരാഗൃഹത്തിലാക്കിയത്? ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. സാംസനെ ഏത് ജോലിയിലാണ് ഏർപ്പെടുത്തിയത്? മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. 16-21 ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചുരുന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ചു കാരാഗൃഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. 16-22 എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു.
അപ്പം 16:22 പറയുക. ഫിലിസ്ത്യ 16:22 പറയുകയാണ്, അവൻ മുണ്ടനം ചെയ്യുന്ന ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നത്? മുണ്ടനത്തിന് ശേഷവും. 16:22 എന്ന മുണ്ടനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. സാംസന്റെ മരണം എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏതൊക്കെയാണ്? 16:23 മുതൽ 31 വരെയുള്ള ഭാഗങ്ങളിലാണ് സാംസന്റെ മരണം എന്ന ശീർഷകത്തിന് താഴെ വരുന്നത്. 16:22 ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോനെ എന്ത് ചെയ്തു സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയത്? ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞത് എന്താ? നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവൻ ആരാന്ന് ഇവിടെ പറഞ്ഞത്? ദാഗോൻ ആണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം 16:23 ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 16:24 അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ച് പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. അന്നേരം അവനെ കണ്ടപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? തങ്ങളുടെ ദേവനെ സ്തുതിച്ച് പറഞ്ഞു. അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ച് പറഞ്ഞു. സാംസനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ച് പറഞ്ഞത് എന്താണ് നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനാണ്. നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. നമ്മുടെ ദേവൻ ആരെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് ഫിലിസ്ത്യ ജനങ്ങൾ പറഞ്ഞത്? ശത്രുവിനെ. നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവൻ നമ്മുടെ എന്ത് നശിപ്പിച്ചെന്നാണ് അവർ പറയുന്നത്? അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്. പിന്നെ എന്നതാ? ആരെ കൊന്നെന്ന് പറയുന്നത്? അനേകരെ കൊന്നവനുമാണ്. അപ്പോൾ 16:24 അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ച് പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. 16:25 സന്തോഷിച്ച് മതിമറന്ന് അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. സാംസനെ അവർ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. അപ്പോൾ സന്തോഷിച്ച് മതിമറന്ന് അവർ പറഞ്ഞത് എന്താ? നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിനെന്ന് അവർ പറഞ്ഞു. സന്തോഷിച്ച് മതിമറന്ന് അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിനെന്ന്. സാംസനെ അവർ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? സാംസനെ അവർ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുമ്പിൽ എന്താ പ്രകടിപ്പിച്ചത്? അവൻ അവരുടെ മുമ്പിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. എവിടെയാണ് അവർ സാംസനെ നിർത്തിയത്? തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. 16:25 സന്തോഷിച്ച് മതിമറന്ന് അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുകയും. സാംസനെ അവർ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. ഇനി 16:26 കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. അന്നേരം കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞത് എന്താ? ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ എന്തിനു വേണ്ടി കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്നാണ് പറഞ്ഞത്? ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. 16:26 കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ.
ഇനി 16:27 പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. അപ്പം 16:27 പറയാണ്, ആരെക്കൊണ്ടാണ് കെട്ടിടം നിറഞ്ഞിരുന്നത്? പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ആര് അവിടെ സന്നിഹിതരായിരുന്നു എന്നാണ് തുടർന്ന് പറയുന്നത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത്? 3000 പേര്. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. എവിടെയാണ് ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത്? മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. 16:27 പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. 16:28 അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഈ പ്രാവശ്യം കൂടി യാചിക്കുന്നു, എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. അപ്പോൾ സാംസൺ എന്താ ചെയ്തത്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എപ്രകാരമാണ് സംബോധന ചെയ്തത്? ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ. ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സാംസൺ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ? എന്നെ ശക്തനാക്കണമേ. പിന്നെ ഞാൻ നിന്നോട് ഈ പ്രാവശ്യം കൂടി യാചിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം സാംസൺ യാചിച്ചത് എപ്രകാരമാണ്? എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. അപ്പോൾ 16:28 അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഈ പ്രാവശ്യം കൂടി യാചിക്കുന്നു, എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. 16:29 കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടുംതൂണുകളെ സാംസൺ പിടിച്ചു. വലതുകൈ ഒന്നിലും ഇടതുകൈ മറ്റതിലും വെച്ച് അവൻ തള്ളി. അപ്പം കെട്ടിടം താങ്ങി നിന്ന് എന്തിനെയാണ് സാംസൺ പിടിച്ചത്? 2 നെടുംതൂണുകളെ. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടുംതൂണുകളെ സാംസൺ പിടിച്ചു. തുടർന്ന് എപ്രകാരമാണ് സാംസൺ തള്ളിയത്? വലതുകൈ ഒന്നിലും ഇടതുകൈ മറ്റതിലും വെച്ച് സാംസൺ തള്ളി. 16:29 കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടുതൂണുകളെ സാംസൺ പിടിച്ചു. വലതുകൈ ഒന്നിലും ഇടതുകൈ മറ്റതിലും വെച്ച് അവൻ തള്ളി. 16:30 അവൻ പറഞ്ഞു, ഫിലിസ്ത്യരുടെ കൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. അപ്പം അവൻ പറഞ്ഞത് എന്താ? ഫിലിസ്ത്യരുടെ കൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തി ഉപയോഗിച്ച് അവൻ എന്താ ചെയ്തത്? കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന ആരുടെയൊക്കെ മേലാണ് വീണത്? പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെ മേൽ. അപ്പം കുനിഞ്ഞു. അപ്പോൾ കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ വീണു. സാംസൺ എപ്പോഴൊക്കെ കൊന്നവരെക്കുറിച്ചുള്ള എങ്ങനെയുള്ള താരതമ്യമാണ് തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മരണസമയത്തും ജീവിച്ചിരിക്കുമ്പോഴും കൊന്നവരെക്കുറിച്ചുള്ളത്. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. 16:30 അവൻ പറഞ്ഞു, ഫിലിസ്ത്യരുടെ കൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തി ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെ മറ്റ് ആളുകളുടെ മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. 16:31 സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി സോറായ്ക്കും എഷ്തവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. അന്നേരം അപ്പം ആരൊക്കെ വന്ന സാംസൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയത്? സഹോദരന്മാരും കുടുംബക്കാരും വന്നാണ്
സാംസൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയത്. അപ്പം സാംസൻ്റെ ശരീരം സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി. ഇനി എവിടെയാണ് സാംസനെ സംസ്കരിച്ചത്? സോറായ്ക്കും എഷ്തവോലിനും ഇടയ്ക്ക് പിതാവായ മനോവായുടെ ശവകുടീരത്തിൽ. സോറായ്ക്കും എഷ്തവോലിനും ഇടയ്ക്ക് പിതാവായ മനോവായുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. എത്ര വർഷമാണ് സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 20 വർഷമാണ്. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. ഇനി ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയ്ക്കാണ് സാംസന്റെ പിതാവായ മനോവായുടെ ശവകുടീരം? സോറായ്ക്കും എഷ്തവോലിനും ഇടയ്ക്ക്. സോറായ്ക്കും എഷ്തവോലിനും ഇടയ്ക്ക് പിതാവായ മനോവായുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. അപ്പോൾ 16:31 സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി സോറായ്ക്കും എഷ്തവോലിനും ഇടയ്ക്ക് പിതാവായ മനോവായുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. ഇത്രയുമാണ് 16-ാം അധ്യായത്തിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി തിരുവചന ഭാഗം വായിച്ച് ഒരു ഹൃദയസ്ഥമാക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.